പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം യൂദിത്ത് 5:17 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. യേശുപ്രിയ സഹോദരരെയും ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, പാപത്തെ വെറുക്കുന്നൊരു ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ പൊന്നു സഹോദരരെ, തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, ആ ജനത്തിനുണ്ടായ അഭിവൃദ്ധിയെക്കുറിച്ചാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടുള്ള വിശ്വസ്തതയും കാരുണ്യവുമാണ്. ആ വിശ്വസ്തത മൂലം ഈശോയുടെ കാരുണ്യം അവരിലേക്ക് ചൊരിഞ്ഞ ആ അഭിവൃദ്ധിയെക്കുറിച്ചാണ്, ഈശോ നൽകിയ, ഇസ്രായേൽ ജനത്തിന് നൽകിയ അഭിവൃദ്ധിയെക്കുറിച്ചാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരരെ, നമ്മുടെ ജീവിതത്തിലും നമുക്കും തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം. ഞാനും നിങ്ങളും പാപത്തോടു കൂടിയാണോ ജീവിക്കുന്നത്, പാപത്തിൽ ജീവിക്കുന്നവരാണോ എന്ന് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു പാപാന്തകാരത്തിൽ കഴിയുന്ന വ്യക്തികളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിഞ്ഞു വരുവാൻ, ഈശോയിലേക്ക് തിരിഞ്ഞു വരുവാൻ, വീണ്ടും ഒരു ജനനം, പുതിയൊരു സൃഷ്ടിയായി മാറുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പാപത്തിൽ നിന്ന് ഓടിയകന്ന് യേശു എന്ന രക്ഷകനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈശോ പറയുകയാണ്, ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അവരോട് കൂടെ ഉണ്ടായിരുന്ന അതേ ദൈവം പാപത്തിൽ നിന്നകന്ന് രക്ഷകനായി ഈശോയെ സ്വീകരിക്കുമ്പോൾ ആ ദൈവം നമ്മളിലേക്ക്, നമ്മോടുകൂടെ, നമ്മുടെ കരം പിടിച്ച് നമ്മെ നയിക്കും, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണിത് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഞാനും നിങ്ങളും പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവസ്നേഹത്തിലാവുവാൻ, ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.